അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ഉപയോഗവിരുദ്ധ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായി. എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി.എൻ. സുധീർ വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മനുഷ്യച്ചങ്ങലയിൽ അമൃത സ്കൂൾ ഓഫ് ഫാർമസി, അമൃത സെന്റർ ഫോർ അലൈഡ് ഹെൽത്ത് സയൻസ്, അമൃത സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി, അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ എന്നിവിടങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അമൃത നഴ്സിംഗ് സർവീസിലെ അംഗങ്ങളും കണ്ണികളായി. തുടർന്ന് കൊച്ചി ക്യാമ്പസിൽ നടന്ന മയക്കുമരുന്ന് ഉപയോഗ വിരുദ്ധ ദിനാചരണം എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി.എൻ. സുധീർ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്ന് പ്രതിരോധത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തിനും ഏറെ സംഭാവന നൽകാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഡി അഡിക്ഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി ആവശ്യമെന്നും ടി.എൻ. സുധീർ ചൂണ്ടിക്കാട്ടി. ഏതെങ്കിലും തരത്തിൽ എന്തിനെങ്കിലും അഡിക്റ്റായ കുട്ടികൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ, ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഈ അമൃതയിൽ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം അമൃതയിൽ ഒരുക്കുന്ന ചികിത്സാ സഹായങ്ങളൊക്കെ കേരളത്തിലും ലോകത്തിലും പ്രസിദ്ധമാണ്. ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു സെന്റർ വരികയാണെങ്കിൽ നല്ലതാണ്. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ.ടി. മോളി, അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സബിത എം, സ്കൂൾ ഓഫ് ഡെന്റിസ്ട്രി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ രാകേഷ്, കോളേജ് ഓഫ് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ ഷീല പവിത്രൻ, അമൃത ജനറൽ മാനേജർ സി.വി. വിനായകൻ, അമൃത കോളേജ് ഓഫ് നഴ്സിംഗ് പ്രൊഫസർ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ അജി കെ.എൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. AC ന്യൂസ്, കൊച്ചി.